ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു റൈസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ചോറ് വെച്ച് ചെയ്തെടുത്താൽ മതി. വൈറ്റ് റൈസാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കയ്യിലിപ്പോൾ പൊന്നിയരിയൊക്കെ വെച്ചതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അതല്ലെങ്കിൽ ബസ്മതി റൈസ് വെച്ച് ചെയ്യാം, പച്ചരി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് റേഷൻ കിട്ടുന്ന അരിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കും. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ജീരകശാല റൈസ് വെച്ച് ചെയ്യുന്ന ഒരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ജീരകശാല വേണമെന്ന് ഒരു നിർബന്ധമില്ല, കയ്യിലുള്ള ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ജീരകശാലയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ജസ്റ്റ് നമ്മളൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. എന്നിട്ട് വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് വെച്ച് ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഞാൻ നല്ല രുചിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബേ ലീഫ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട, പിന്നെ ഒരു 2 ഗ്രാമ്പൂ, 2 ഏലക്ക അതൊക്കെ ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം അഥവാ കറി ജീരകം ചേർക്കാം. ഞാൻ ചെറിയ ജീരകം ഉപയോഗിച്ചിട്ടില്ല. ഞാനിവിടെ കുറച്ച് കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 7-8 എണ്ണൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം സവാള ചേർക്കണം. സവാളയുടെ എണ്ണ എന്ന് പറയുന്നത് ഞാനിവിടെ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു സവാളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിത് ടൊമാറ്റോ റൈസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ സവാളയുടെ അളവ് നമുക്ക് ഒത്തിരി അങ്ങ് കൂടുതൽ വേണ്ട. തക്കാളിയുടെ എണ്ണയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സവാള നമ്മൾ വഴറ്റിയെടുക്കുന്ന ഒരു പാകം ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് സോഫ്റ്റ് ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ട് ആ ഒരു ഗോൾഡൻ കളർ, ഒത്തിരി ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം ഒരു ചെറുതായി മൊരിഞ്ഞു വരുന്ന ഒരു പാകത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഒരു ഇത്തിരി മാത്രം പുതിനയില, എൻ്റെ കയ്യിൽ പുതിനയില ഉണ്ടായിരുന്നില്ല, ശരിക്കും പുതിനയില കുറച്ചുകൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിത്തിരി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പുതിനയില ചേർക്കുകയാണെങ്കിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ ഒരു കളറാകുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. കുറച്ച് വഴണ്ട് വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇനി സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഏകദേശം കണ്ടില്ലേ, സവാള നന്നായിട്ട് ഒരു പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം കുറച്ച് വെക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഒത്തിരി പൊടികളുടെ ഒന്നും ആവശ്യം നമുക്കിതിനകത്തില്ല. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറാണ്. അപ്പോൾ സാധാരണ മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ആകെ നമ്മൾ ആ ഒരു കളർ കിട്ടുന്നതിന് കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാല പൗഡർ. ഗരം മസാല പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പൊടികൾ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഓരോരുത്തർക്ക് ആ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരി മല്ലിപ്പൊടി, എന്നാലും കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് ഞാനിപ്പോൾ 2 വലിയ തക്കാളിയാണ്, ചെറിയതാണെങ്കിൽ 3 എണ്ണം വരെ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഞാൻ 2 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നെടുക്കെ കീറിയിട്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കുകയാണ് ചെയ്തത്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരക്കുന്ന കൂട്ടത്തിൽ പച്ചമുളക് കൂടി അരച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം മുളക് പൊടിയാണെങ്കിലും മുളകാണെങ്കിലും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ലതുപോലെ വെന്തൊടയുന്ന പാകത്തിൽ വേണം തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം ഒന്നുകൂടി തവി വെച്ച് ഉടച്ചെടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നില്ല കണക്കിലാണ് നമ്മൾ, കാരണം കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണല്ലോ. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം, നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് കയറി നിൽക്കുന്ന പാകത്തിൽ വേണം എപ്പോഴും
ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ റൈസ് നമ്മൾ നേരത്തെ കഴുകി വെള്ളം പാർന്ന് വെച്ചിട്ടുള്ള റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ജീരകശാല ബസ്മതി ഇങ്ങനെയൊന്നും വെച്ച് ചെയ്യാതെ നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കി ചോറ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ മസാല തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചോറ് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ആ ഒരു ടൈമിൽ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം അടച്ചു വെക്കുക. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് പിന്നെ വെള്ളം തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. എന്നാലും മാത്രമേ കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 1/4 ഭാഗമേ പാകമായിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 1/4 ഭാഗമൊക്കെ പാകമാകുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ ചോറിൻ്റെ എല്ലാ സൈഡിലോട്ട് കറക്റ്റായിട്ട് കിട്ടാനും നല്ലതായിരിക്കും. ഇപ്പോൾ ഒന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് മല്ലിയില ഇതിനകത്തോട്ടേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പുതിനയില കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മല്ലിയിലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ആ ഒരു നല്ലൊരു ദമ്മിലൊക്കെ കിടന്നിട്ട് ശരിക്കും കറക്റ്റ് പാകത്തിന് വരും. വെന്ത് കുഴയില്ല. അതുപോലെ ചോറ് ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിലായിരിക്കില്ല. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ശരിക്കും ഒരു ബിരിയാണിയൊക്കെ കഴിക്കും. ബിരിയാണി ചോറ് നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റൈസാണ്. ഇതിപ്പോൾ നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കഴിക്കാനാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സാലഡോ അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ നല്ല നമ്മുടെ കട്ട തൈരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒന്നിൻ്റെയും ശരിക്കും ആവശ്യമില്ല. ഒന്നുമില്ലാതെ തന്നെ തക്കാളിയുടെ ആ ഒരു ഫ്ലേവറിലൊക്കെ കിടന്ന് റൈസ് കുക്കായി വന്നത് കൊണ്ട് തന്നെ ആ ചെറിയൊരു മസാല ഫ്ലേവർ, ഒത്തിരി പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടികളുടെ ആ ഒരു കുത്തലിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും. ഒരു ലൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീരകശാല വെച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയ ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണിതിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ പറ്റുവാണെങ്കിൽ ജീരകശാല വെച്ചിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ബിരിയാണി ചോറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റൈസാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.